കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മഴക്കാലമായി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറുമ്പ്, പാറ്റ ഇവയുടെ ശല്യമൊക്കെ വളരെയധികം കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് പരിഹാരമായിട്ട് ഇപ്പോൾ ഉറുമ്പിനെയും ഇതിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് ഹിറ്റും കാര്യങ്ങളും അതുപോലത്തെ സാധനങ്ങളൊക്കെ വിപണിയിൽ ഇഷ്ടംമാതിരി മേടിക്കാൻ കിട്ടും. അത് പെട്ടെന്ന് അടിച്ചാൽ പോവും ചെയ്യും. പിന്നെ അതിൻ്റെ ദുർഗന്ധമൊന്നും നമുക്ക് ശ്വസിക്കാൻ പോലും പറ്റില്ല. കാരണം അത്രയധികം അസുഖങ്ങളും കാര്യങ്ങളും വരും കുട്ടികളോടൊത്ത്, പ്രത്യേകിച്ച് അത് നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്നൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പാറ്റയൊക്കെ മെയിനായിട്ട് നമുക്ക് അസുഖങ്ങൾ പരത്താൻ വലിയൊരു വില്ലനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പാറ്റയില്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. എത്ര വൃത്തിയിൽ സൂക്ഷിച്ചാലും പാറ്റയൊക്കെ എന്തായാലും നമ്മുടെ വീട്ടിൽ വരും. പിന്നെ ഈ സാധനം വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ പാറ്റ വരില്ല കേട്ടോ. ഒരു ട്രിപ്പ് ചെയ്തിട്ട് പിന്നെ പോയില്ല എന്ന് പറയരുത്. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ലിക്വിഡ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഉറുമ്പൊക്കെ ഇങ്ങനെ മയങ്ങി പോണത് നിങ്ങൾക്ക് കാണാം കേട്ടോ. നീ ഇപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തപ്പോൾ തന്നെ നിറയെ ഉറുമ്പുകളുണ്ട് കേട്ടോ. ആ ഉറുമ്പുകൾ ഇങ്ങനെ മയങ്ങി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ലിക്വിഡ് ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതാ ആദ്യം തന്നെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ വെള്ളമാണ് കേട്ടോ, സാധാരണ പച്ചവെള്ളമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ചൂടുവെള്ളം അങ്ങനെയൊന്നും വേണ്ട, സാധാരണ വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ 1/2 കപ്പിൻ്റെ പകുതി നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സിന്തറ്റിക് വിനാഗിരി ആട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ സിന്തറ്റിക് വിനാഗിരി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വിനാഗിരി ഇല്ലേ, സിന്തറ്റിക് വിനാഗിരി, അതാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ഈ വെള്ളം എടുത്തതിൻ്റെ പകുതി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഷാമ്പു ആണ് കേട്ടോ. ഷാമ്പു ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല. ഞാൻ അത് 1 ടീസ്പൂൺ എടുക്കണം. അപ്പോൾ ഞാൻ ഡൗവിൻ്റെ ഷാമ്പാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഷാമ്പു ആണെങ്കിലും കുഴപ്പമില്ല, ഏതായാലും 1 ടീസ്പൂൺ എടുത്തോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ നമുക്ക് ഈ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ട് നമുക്ക് വേറെ കംപ്ലയിൻറ്റുകളോ ഒന്നും വരില്ല കേട്ടോ. കുട്ടികളുള്ളടത്ത് ധൈര്യമായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഷാമ്പും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഈ വിനാഗിരിയും വെള്ളവും ഈ ഷാമ്പു ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷാമ്പു ഒന്ന് മിക്സ് ആവാൻ കുറച്ച് പാടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി തന്നെ നമുക്ക് ഈ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഷാമ്പു ഒക്കെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ മിക്സ് ആയതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ സൊല്യൂഷൻ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ടൊന്നും നമ്മുടെ ഈ പാറ്റയും ഉറുമ്പൊന്നും അങ്ങനെ പോവില്ല കേട്ടോ. നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുത്താലാണ് ഇത് പോവുള്ളൂ. ഒരു പ്രാവശ്യം ചെയ്തിട്ട് നിങ്ങൾ പോയില്ല എന്ന് പറയരുത്. ഇടയ്ക്കിടയ്ക്ക് ചെയ്താലാണ് ഇതിന് ഗുണമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഷാമ്പു ഇതിലെല്ലാത്തിലും മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കിയാലാണ് കേട്ടോ ഇത് കാര്യമുള്ളൂ. അതാണ് വിനാഗിരിയും വെള്ളവും ഷാമ്പും കൂടിയിട്ട് ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ആക്കുക. പിന്നെ നമുക്കിത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം. സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ മിനറൽ വാട്ടറോ ജ്യൂസോ ഒക്കെ മേടിക്കുന്ന ബോട്ടിലുണ്ടാവുമല്ലോ, അതിലൊഴിച്ച് കൊടുത്തിട്ട് നിങ്ങളൊരു ഹോളിട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഈ സൊല്യൂഷൻ നമുക്കൊരു 2 ആഴ്ച വരെയൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മളിതിപ്പോൾ വീടൊക്കെ തുടയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ഉറുമ്പും പാറ്റിയുമുള്ള സ്ഥലങ്ങളിൽ ഈ സ്പ്രേ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തുടയ്ക്കുന്നതിന് മുന്നൊക്കെ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ ഈ സാധനങ്ങൾ അവിടെ വരില്ല കേട്ടോ. ഇപ്പം നമ്മുടെ ഈ മഴക്കാലമായി തുടങ്ങിയ സ്ഥിതിക്ക് ഉറുമ്പുകളൊക്കെ നന്നായി വരും കേട്ടോ. ഈ വാതിലിൻ്റെ അരിയത്ത് കൂടിയും നമ്മൾ ജലനയുടെ അരിയത്ത് കൂടിയും എന്തെങ്കിലും സാധനങ്ങൾ അവിടെ കിടക്കുമ്പോൾ അത് കഴിക്കാനാണ് ഇവറ്റ വരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ഒരു ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അവറ്റ വരുമ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ജലനയുടെ അരുവത്തൂടെയൊക്കെ ഉറുമ്പുകൾ വരുന്നുണ്ട്. മഴക്കാലമായി കഴിഞ്ഞാൽ ഇതുപോലത്തെ ശല്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കും. എന്നിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ പതിവ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഉറുമ്പൊക്കെ ചത്ത് പോകും കേട്ടോ. ചത്ത് പോവുക പറഞ്ഞാൽ ഇങ്ങനെ ഒരു മയങ്ങി കിടക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വാഷ് ബേസിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ഗ്യാപ്പ് കാണുമ്പോൾ അതിൽ പാറ്റ അതൊക്കെ വരാറുണ്ട് കേട്ടോ. എത്ര നമ്മൾ വൃത്തിയിൽ സൂക്ഷിച്ചാലും പാറ്റ് വരാതിരിക്കില്ല എന്തായാലും. അപ്പോൾ ഇതുപോലെയുള്ള ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ സംഭവങ്ങൾ ചെയ്തു കൊടുത്താൽ വിറ്റൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉറുമ്പ് പോണ ഭാഗത്ത് നമ്മുടെ വാതിലിൻ്റെ സൈഡിൽ ഉറുമ്പ് പോണ ഭാഗത്ത് ഇതൊന്ന് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉറുമ്പൊക്കെ മയങ്ങിയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. പിന്നെ അങ്ങോട്ട് സ്പീഡിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാനുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ ഉറുമ്പ് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ അവറ്റവിടെ മയങ്ങിയിട്ടാണ് കിടക്കണത് കേട്ടോ. കണ്ടില്ലേ, ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്ത് ഉറുമ്പ് നോക്കി അവറ്റയ്ക്ക് അവിടെ നീങ്ങാനോട് പറ്റില്ല. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അങ്ങനെ കിടന്ന് ചത്തു പോവുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് വിപണിയിൽ പല സാധനങ്ങളും മേടിക്കാൻ കിട്ടും. ഇതധികം വീര്യമില്ലാത്ത സാധനം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉറുമ്പ് പാറ്റ ഇവയൊന്നും വരില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ PR ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.